ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് മഞ്ഞപ്പെട്ടി എന്ന് പറയുന്ന എൻ്റെ വീടിൻ്റെ സ്ഥലമാട്ടോ. അപ്പോൾ അതിലൂടെ ഞങ്ങൾ ഒരു ഗാർഡൻ വിസിറ്റിന് പോണതാണ്. അപ്പോൾ ഇത് പഴയ വഴികളാണ്, പക്ഷേ ഇപ്പോൾ ഇതെല്ലാം പുതിയ വീടുകളൊക്കെ വന്ന് പഴയമയുടെ ഒരു അടയാളം പോലും ഇവിടെ ഇല്ല കേട്ടോ. ഇപ്പോൾ പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. ഇവിടെയൊക്കെ ഒരു തൊണ്ട് പോലെ ഒരു കുഞ്ഞു വഴി ഉണ്ടായുള്ളൂ. ഇതിവിടുത്തെ അമ്പലമാട്ടോ, മഞ്ഞപ്പെട്ടി അമ്പലമാണ്. ഇവിടെ രണ്ട് അമ്പലമുണ്ട്. ഒരെണ്ണം റോഡിൻ്റെ അപ്പുറവശത്താണ്. അത് കൊഴുപ്പിലാക്കൽ ഭഗവതി ക്ഷേത്രം എന്നാണ് അതിനെ പറയണത്. ഇത് പുഴയുടെ തീരത്തുള്ള അമ്പലമാണ്. അപ്പോൾ അമ്പലത്തിൻ്റെ ചേർന്നുള്ള വഴിയിലൂടെയാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അമ്പലം കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഈ വഴി നേരത്തെ ഇങ്ങനെ നിറയെ അപ്പുറത്തും ഇപ്പുറത്തും പറമ്പായിട്ട് വെറുതെ കിടക്കുകയാണ്. ഈ ഒരു ഏരിയയിൽ ഒരു 2 വീടും കണ്ടാണ് എൻ്റെയൊക്കെ ചെറുപ്പത്തിലേ ഉള്ളൂ കേട്ടോ. വേറെ ഇവിടെ വീടുകളേ ഉണ്ടായിട്ടില്ല. നമ്മളതിലിങ്ങനെ പോകുമ്പോൾ പേടിയാവും കേട്ടോ. നിറയെ കാട് പിടിച്ച വഴികളായിരുന്നു. എന്നാലും ഞങ്ങൾ ഇതിലെ സ്കൂളൊക്കെ വിട്ട് വരാറുണ്ട്. ഈ പൂവുണ്ട്, ഇതാണ് മരമുല്ല. ഇത് പേര് പോലെ തന്നെ നല്ല മരമായിട്ട് നിറയെ പൂത്ത് നിൽക്കുന്നുണ്ട്. അതിനകത്താണെങ്കിൽ നല്ല പൂക്കളും അതിന് നല്ല വാസന കേട്ടോ പൂവിന്. ഇത് കണ്ടോ, അമ്പലത്തിൻ്റെ ബാക്ക് സൈഡിൽ നിന്നാണ്. അപ്പോൾ അവിടെ തൊട്ട് താഴെ പുഴയാണ്. പിന്നെ അതിലേങ്ങോട്ട് വരുമ്പോൾ കുറേ വീടുകൾ, ഇഷ്ടം പോലെ വീടുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്ഭുതം തോന്നി. ആദ്യമൊക്കെ ഇവിടെ ആകെ 2 വീട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അവരുടെ തന്നെ പറമ്പായിട്ട് ഇങ്ങനെ കിടക്കായിരുന്നു. പിന്നെ ഇത് ഒരു തൊണ്ട് വഴിയാണ്. അപ്പോൾ അവിടെ ദേ ഒരു കാള നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ ഞങ്ങളെ കടത്തി വിടുമെന്ന് പേടിച്ചിട്ട് ഞങ്ങൾ ഈ പറമ്പ് കയറി പോകാൻ പോവാണ്. അപ്പോൾ ഈ പറമ്പൊന്നും ഇങ്ങനെ കാണാനേ കിട്ടില്ലായിരുന്നു കേട്ടോ അന്നൊക്കെ. ഒരു കൊടും കാട് പോലെ കിടന്ന സ്ഥലമാണ്. ഇപ്പോൾ ഓരോരുത്തർ വന്ന് ഇങ്ങനെ സ്ഥലം വാങ്ങി അവിടെ വീട് വയ്ക്കാൻ വേണ്ടി വെട്ടിത്തെളിച്ച് അതേ ഒരു പന അങ്ങനെ തന്നെ മറിഞ്ഞ് കിടക്കുന്നതാണ്. അങ്ങനെ വെട്ടിത്തെളിച്ചപ്പോഴാണ് ഇതൊക്കെ ഇങ്ങനെ ഇത്രയും വലിയ പറമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് തന്നെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ എളുപ്പത്തിന് നമുക്ക് ചെറുപ്പത്തിലൊരു ഊടുവഴികൾ തേടിയൊരു യാത്രയുണ്ടല്ലോ, ഒരു ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ വീടെത്താം എന്നുള്ള അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് പോണ വഴികളാണ് ഇതൊക്കെ. ഇവിടെയൊന്നും തൊണ്ടിപ്പഴം അങ്ങനത്തെ പഴങ്ങളൊക്കെ കിട്ടുമായിരുന്നു കേട്ടോ ഇതിലേക്ക് വരുമ്പോൾ. എന്നാലും പേടിയാവും. എന്നാലും എത്ര പേടിയാണെങ്കിലും നമ്മൾ ഭയങ്കര അഡ്വഞ്ചറായിട്ട് ഇങ്ങനെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരു പ്രായമുള്ള ആ സമയത്തൊക്കെ അന്നൊക്കെ വന്നുകൊണ്ടിരുന്ന വഴിയാണ്. ഇനി ഈ തൊണ്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ മെയിൻ റോഡായിട്ടാണ്. അപ്പോൾ നമ്മൾ റോട്ടിൽ കൂടെ വേണമെങ്കിൽ കുറേ കറങ്ങി വന്നാൽ ഇങ്ങനെ വരികയാണെങ്കിൽ പെട്ടെന്ന് എത്തും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കയറി വന്നത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെ ഒരു ഗ്യാങ് തന്നെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്നലെ വീട്ടിൽ നോമ്പ് തുറക്കി പോയതാണ്. അപ്പോൾ എളിമമാരും മക്കളും അവരുടെ മക്കളും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് ഈ പോണത്. ഇവിടെ അടുത്ത് തന്നെ ഒരു ഗാർഡൻ ഉണ്ട്, വെളിയത്ത് ഗാർഡൻ. അപ്പോൾ അവിടെ ചെടികൾ വാങ്ങാമെന്ന് പറഞ്ഞിട്ട് പോണ പോക്കാട്ടോ. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഈ വെളിയത്ത് ഗാർഡൻ ആദ്യം ഇരുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ട് പഴയ വീഡിയോയിൽ. ഒരു ജങ്കാറിൻ്റെ, മഞ്ഞപ്പെട്ടി ജങ്കാറിൻ്റെ തൊട്ടടുത്തായിരുന്നു അവരുടെ ഗാർഡൻ. അങ്ങോട്ടാണ് നമ്മൾ അമ്പലത്തിൻ്റെ തൊട്ടപ്പുറ സൈഡിൽ. പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ ഗാർഡൻ ഇങ്ങനെ മെയിൻ റോട്ടിലേക്ക് മാറ്റിയതാട്ടോ. അപ്പോൾ ആദ്യം അവിടെയായിരുന്നു ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഗാർഡൻ ഇങ്ങോട്ട് റോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട്, എല്ലാവർക്കും കാണാനും വാങ്ങാനും എളുപ്പത്തിന്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു വന്നതാണ്. പിന്നെ പൂച്ചെടികളൊക്കെ വാങ്ങാനായിട്ടാട്ടോ ഞങ്ങൾ വന്നത്. പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾക്ക് പൂച്ചെടികൾ കുറവാണ്. ഇങ്ങനെ ഡ്രമ്മിലും ഇതിലൊക്കെ നടാൻ പറ്റിയ ഫ്രൂട്ട് പ്ലാന്റുകളാട്ടോ കൂടുതൽ. കുറേ ടൈപ്പ് ഫ്രൂട്ട് പ്ലാന്റുകളുണ്ട്. ഇതാണ് വെളിയത്ത് ഗാർഡൻ. അപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിച്ച് വന്ന പ്ലാന്റ് ഒന്നും ഇല്ല. അതായത് ചെടികൾ കുറവാണ്. ഈ ബൊഗൻവില്ല അങ്ങനത്തെയൊക്കെ പൂക്കൾ ഉണ്ടാവുന്ന ചെടികളുണ്ടല്ലോ, അതൊന്നും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിയില്ല. ഞങ്ങൾ ഉദ്ദേശിച്ചതില്ലല്ലോ. പിന്നെ ഇതെല്ലാം കണ്ട് അങ്ങനെ തിരിച്ചു വന്നു കേട്ടോ. കാണാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പ്ലാന്റുകളുണ്ട്. ഓരോ ജബോട്ടിക്കാവ, പല പല വെറൈറ്റി ഫ്രൂട്ട്സ് ഉണ്ട്. നമ്മൾ എന്തൊക്കെയോ പേര് എഴുതി വെച്ചിട്ടുണ്ട്, മക്കോട്ടദേവ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാത്തിൻ്റെയും അവിടെ അങ്ങനെ പേരും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുറേയൊക്കെ മറന്നുപോയി. കുറേ ടൈപ്പ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലേക്കും അപ്പുറത്തെ സൈഡിലേക്കും ഇപ്പുറത്തെ സൈഡിലേക്കൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലാത്തതിന് അപ്പുറത്തേക്കൊന്നും ഞങ്ങൾ പോയില്ല. കുറച്ച് ഏരിയയൊക്കെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വന്നു കേട്ടോ. അപ്പോൾ മക്കൾ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ട ചെടികളുടെയൊക്കെ അടുത്ത് പോയി നിന്നിട്ട്. ഇതുപോലത്തെ ഡ്രമ്മിലൊക്കെ വയ്ക്കാൻ പറ്റിയ പ്ലാന്റ്സ് അന്വേഷിച്ച് നടക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാട്ടോ. ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട്. എല്ലാ വെറൈറ്റിയും മാവ്, പേര എല്ലാം ഉണ്ട്. ജാതി, പുളിമരം അങ്ങനത്തത് എല്ലാ ടൈപ്പും ഉണ്ട്. തായ്ലാൻഡ് വെറൈറ്റീസ് അങ്ങനത്തെ എല്ലാ സംഭവങ്ങളും അവിടെ കണ്ടു. പിന്നെ വിയറ്റ്നാം പ്ലാവുകൾ അതൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ എല്ലാം ഉണ്ട്. ചെടികൾ കുറവായിട്ടാണ് കണ്ടത്.
പിന്നെ ഈ ഏരിയയിൽ പുതിയ പുതിയ തൈകൾ വയ്ക്കാനുള്ള പെട്ടികളും അതും ഇതൊക്കെ സെറ്റ് ചെയ്തേക്കണെയാന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ പോയിട്ട് അവിടെ ഒന്നും കാണാത്തതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് വീണ്ടും റൂട്ട് മാറ്റി ഇങ്ങോട്ട് വന്നു കേട്ടോ. അപ്പം തിരിച്ച് ഞങ്ങൾ എന്നിട്ട് ഈ ഗാർഡൻ വിസിറ്റൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരണ വഴിക്ക് നമ്മൾ ആദ്യം ഒരു കാളേനെ കണ്ടല്ലോ, ആ സ്ഥലത്തൂടി വരാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ അതിൽ കാള കടത്തി വിട്ടില്ല കേട്ടോ, കാള ഞങ്ങളെ ഓടിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വേറെ വഴി കണ്ടുപിടിച്ചിട്ട് ആ റൂട്ട് മാറ്റി വേറെ റൂട്ടാട്ടോ പോണത്. അപ്പോൾ ഈ വീടൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇവിടെ ഇങ്ങനത്തെ ഒരു ഇങ്ങനെ വീട് പോയിട്ട് നമ്മൾ അത് അനുഭവിച്ചവർക്ക് അതൊക്കെ കാണുമ്പോൾ അതിശയമായിട്ട്, ഇവിടെയൊക്കെ ഇങ്ങനെയൊക്കെ വീടും ഇങ്ങനെയൊക്കെ സ്ഥലവും വഴിയൊക്കെ വന്നു എന്ന് അത്ഭുതപ്പെട്ടു പോകും. അത്ര മാറ്റമാണ് ഇവിടെ വന്നേക്കണത്. വെറുതെ കാടായിട്ട് കിടന്ന സ്ഥലങ്ങളായിരുന്നു ഇതൊക്കെ. അപ്പോൾ സന്തോഷമായിട്ടോ, ഇങ്ങനെ മനുഷ്യവാസമൊക്കെ വന്നല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം.